നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ കേസിൽ എം ശിവശങ്കറിൻ്റെ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അതുകൊണ്ട് തന്നെ നീട്ടി നൽകിയിരിക്കുകയാണ്. ഒരാഴ്ചത്തേക്കാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതൊരു താൽക്കാലിക ജാമ്യമായി മാത്രമേ നോക്കിക്കാണാൻ സാധിക്കൂ. പുതുച്ചേരി ജിപ്മർ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്താനുള്ള ഉത്തരവായിരുന്നു നേരത്തെ കോടതി ശിവശങ്കറിനോട് നൽകിയത്. ആ നിർദ്ദേശം അനുസരിച്ച് ശിവശങ്കർ ആകട്ടെ ആശുപത്രിയിലെത്തിയിരുന്നു. പക്ഷേ അത് ഇന്നലെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിച്ചതെന്നാണ് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് മെഡിക്കൽ റിപ്പോർട്ട് കോടതി സമയത്തിനുള്ളിൽ നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ റിപ്പോർട്ട് ഇനി അടുത്ത ആഴ്ച സുപ്രീം കോടതി പരിഗണിക്കുന്നതായിരിക്കും. ജിപ്മറിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. നട്ടിൽ സ്വയം തന്നെ പൊടിഞ്ഞു പോകുന്ന ഒരു പ്രത്യേകതരം അസുഖം ശിവശങ്കറിനുണ്ട് എന്നതാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിലൂടെ നമുക്ക് വായിച്ചെടുക്കാനായി സാധിക്കുന്നത്. അതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, സുഷുമ്ന നാഡിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും കഴുത്തും നടുവും രോഗബാധിതമായി മാറുകയും ചെയ്യും. വേദന സംഹാരികളും അതുപോലെ ഫിസിയോതെറാപ്പിയും ഇതുപോലെ തന്നെ തുടരണമെന്നാണ് മെഡിക്കൽ ബോർഡും നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴുത്തിൽ കോളറും ഇടുപ്പിൽ ബെൽറ്റും ഇട്ടായിരിക്കണം ഇനി മുന്നോട്ട് നീങ്ങേണ്ടത്. ശിവശങ്കറിന് കൂടിയ രീതിയിലുള്ള വിശ്രമം ആവശ്യമാണ്. അല്ലാത്ത രീതിയിലുള്ള ശാരീരിക ആയാസമുണ്ടാകുന്ന ജോലികളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഫിസിയോതെറാപ്പിയും ഇതോടൊപ്പം തന്നെ ആവശ്യമാണെന്നും ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രത്യേകമായി എടുത്തു പറയുന്ന സംഭവങ്ങളെന്ന് പറയുന്നത് കഴുത്തും നടുവും വളയ്ക്കാൻ പാടുള്ളതല്ല. തെന്നിയും അല്ലാതെയുമുള്ള വീഴ്ചകൾ സംഭവിക്കുകയേ ചെയ്യരുത്. ഭാരമെടുക്കാനോ ഏറെ നേരം നിൽക്കാനോ പാടില്ല എന്നും ഈ റിപ്പോർട്ടിൽ തന്നെ ഡോക്ടർമാർ പറയുന്നുണ്ട്. അനക്കമൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതുണ്ട്. പുതിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ വളരെ വേഗത്തിൽ തന്നെ ചികിത്സയ്ക്ക് വിധേയമാകണമെന്നുമുണ്ട്. ആവശ്യമായി വന്നാൽ മുൻകരുതൽ സ്വീകരിച്ച ശേഷം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇത്രയധികം ഗുരുതരമായ വിഷയങ്ങൾ തന്നെയാണ് ശിവശങ്കറിനുള്ളതെന്നും വളരെ പ്രശ്നകരമായ ആരോഗ്യ വിഷയങ്ങൾ തനിക്കുണ്ടെന്നുമാണ് ശിവശങ്കർ കോടതിയിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അത് വെളിവാകുന്ന രീതിയിൽ, അത് വിശ്വസനീയമാകുന്ന രീതിയിൽ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു കോടതിയും ഉത്തരവിട്ടത്. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം ജാമ്യത്തിൽ കഴിയുകയായിരുന്നു ശിവശങ്കർ. ഇതിനെ തുടർന്നാണ് ഇടക്കാല ജാമ്യത്തിൻ്റെ കാലാവധി കുറച്ചുകൂടി നീട്ടാനായി സുപ്രീം കോടതിയോട് ഹർജി സമർപ്പിച്ചത്. ജഡ്ജിമാരായ എം.എ. സുന്ദരേഷ്, എസ്.ബി.എൻ. ഭാട്ടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഇത് നിർദ്ദേശിച്ചത്. സ്ഥിരം ജാമ്യത്തിനായി ഇതുവരെയും കോടതി അനുമതി നൽകിയിട്ടില്ല. അതിനായി സുപ്രീം കോടതിയിൽ ശിവശങ്കർ നൽകിയ അപേക്ഷയിൽ അടുത്ത ആഴ്ചയായിരിക്കും അന്തിമവാദം ആരംഭിക്കുന്നത്. അതുവരെയാണ് ഇടക്കാല ജാമ്യം നിലവിൽ നീട്ടിയിരിക്കുന്നത്. ചികിത്സാർത്ഥം തന്നെയാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അല്ലാതെയുള്ള മറ്റൊരു നീക്കത്തിനും ശിവശങ്കറിനെ അനുവദിക്കില്ല. ശിവശങ്കറിനെ സംബന്ധിച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ ഇ.ഡി. ഓരോന്നായി കോടതിയിൽ അക്കമിട്ട് നിരത്തിയതാണ്. അതുകൊണ്ട് അടിയന്തര ഘട്ടമെന്ന രീതിയിൽ മാത്രമാണ് ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജിപ്മറിലെ ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ഡോക്ടർ നവീൻ കുമാറാണ് മെഡിക്കൽ ബോർഡിൻ്റെ ചെയർമാൻ. ഡോക്ടർ പ്രദീപ് പങ്കജാക്ഷൻ നായർ, ഡോക്ടർ സത്യപ്രഭു എന്നിവരാണ് മെഡിക്കൽ ബോർഡിലെ മറ്റ് 2 അംഗങ്ങളും. ഇവരുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ്, അവലോകനത്തിന് ശേഷമാണ് ഇക്കാര്യം മെഡിക്കൽ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇ.ഡി. ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പുതുച്ചേരിയിലെ ജിപ്മറിലെ ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡിനോട് ശിവശങ്കറിനെ പരിശോധിക്കാനും ശേഷം ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. റിപ്പോർട്ട് അടുത്ത ആഴ്ച സുപ്രീം കോടതി പരിഗണിക്കുന്നതുവരെ ശിവശങ്കറിൻ്റെ ഇടക്കാല ജാമ്യം നീണ്ടുപോയിരിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ജാമ്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഇ.ഡി. അടുത്ത ആഴ്ച കോടതിയിൽ വ്യക്തമാക്കും. ഉറപ്പായും ജാമ്യത്തെ എതിർക്കുകയായിരിക്കും ഇ.ഡി. ചെയ്യുക. ഏത് വിധേനയും ജാമ്യം ലഭ്യമാക്കാൻ തന്നെയായിരിക്കും ശിവശങ്കറിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനും തയ്യാറെടുക്കുന്നത്.